വരുമാന അസമത്വം ഏറ്റവും ഉയർന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും ദേശീയ വരുമാനത്തിന്റെ 58%വും 10% വരുന്ന ആളുകളിലേക്കാണ് പോകുന്നതെന്നും ലോക അസമത്വ റിപ്പോർട്ട്. താഴെത്തട്ടിലുള്ള 50% പേർക്ക് ലഭിക്കുന്നത് വരുമാനത്തിന്റെ 15% വിഹിതം മാത്രമാണ്. സമ്പത്തിന്റെ വിതരണത്തിലും ഈ വ്യത്യാസം രൂക്ഷമാണ്. രാജ്യത്തെ മൊത്തം സമ്പത്തിന്റെ 65%വും അതിസമ്പന്നരായ 10% പേരുടെ കൈവശമാണ്. അതിസമ്പന്നരായ 1% വരുന്നവരുടെ കൈവശമാണ് 40% സമ്പത്തെന്നും വേൾഡ് ഇൻഇക്വാലിറ്റി ലാബ് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. 2022 ലോക അസമത്വ റിപ്പോർട്ട് അവസാനമായി പ്രസിദ്ധീകരിച്ചത്. ഇതനുസരിച്ച് 2021 വരെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ 57% വരെ ഉയർന്ന വരുമാനമുള്ള 10%-നാണ് പോയിരുന്നത്. ഇപ്പോഴും സ്ഥിതിയിൽ വലിയ മാറ്റമില്ല. താഴെയുള്ള 50%-ന് ലഭിക്കുന്ന വിഹിതം 13%-ആയിരുന്നു. ഇപ്പോഴിതിൽ 2% വർധന പ്രകടമാണ്. രാജ്യത്തെ ശരാശരി ആളോഹരി വാർഷിക വരുമാനം 6.59 ലക്ഷം രൂപയാണ്. ശരാശരി ആളോഹരി സമ്പത്ത് 29.65 ലക്ഷം രൂപയും. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വളരെ താഴ്ന്ന നിലയിലാണ്, 15.7% മാത്രം. കഴിഞ്ഞ ദശാബ്ദത്തിൽ ഇക്കാര്യത്തിൽ കാര്യമായ പുരോഗതി നേടാനായിട്ടില്ല. വരുമാനം, സമ്പത്ത്, ലിംഗം എന്നീ വിഭാഗങ്ങളിലുള്ള അസമത്വം രാജ്യത്ത് രൂക്ഷമായി തുടരുകയാണെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.